പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനുള്ളത് കളക്ടറേറ്റിൻ്റെ ഭാഗത്താണ്. അപ്പോൾ കണ്ടില്ലേ, അവിടുത്തെ ഒരു ഉച്ച സമയമാണ് കേട്ടോ. അത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം. നമ്മുടെ വണ്ടി നമ്മുടെ വഴിയിലുണ്ട്. നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ ബീച്ച് ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനുമില്ല. നമുക്ക് മുന്നോട്ടേക്ക് പോകാം കേട്ടോ. അതായിട്ടില്ല, നമ്മളങ്ങനെ റെയിൽവേ ക്രോസിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആ കാറ് കയറി വരുന്ന ഭാഗത്തേക്കാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ ഗേറ്റടെ വെട്ടി കിടക്കാണ് അവിടെ. എല്ലാവരും ബസ്സൊക്കെ പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് ബസ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ട്രെയിനാണ് നോക്കാൻ വരുന്നത്. നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് കേട്ടോ. 3:50 എടുക്കുന്ന. അത് നമുക്ക് സ്പോട്ട് ചെയ്യാം. ഇവിടെ വന്ന് റോഡിൽ ആലപ്പുഴ ബൈപ്പാസൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. വാഫോറിൻ്റെ ഒരു ലോക്കമായിട്ട് ആലക്കോണ ഷെഡിൻ്റെ വാഫോറുമായിട്ട് കണ്ണൂരേക്ക് പോകുന്ന നമ്മുടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണിത്. ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിംഗ് ഉണ്ട് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി ആയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടുന്ന് തന്നെ. ട്രെയിൻ സ്പീഡ് എടുത്ത് തുടങ്ങി. നല്ല രീതിയിൽ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ സ്പീഡ് കുറവായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സ്പീഡ് എടുത്ത് തുടങ്ങി. അപ്പോൾ അത് പോയി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂർ ലക്ഷ്യമാക്കി പോയി. ഉള്ള ബൈപ്പാസിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ പുതിയ പാലത്തിൻ്റെ വർക്ക് കിടക്കുന്നുണ്ട്. ഈ കാണുന്ന നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്. ഇവിടെ പുതിയ ബൈപ്പാസ് വരും കേട്ടോ. ഇവിടെ പാലട്ടോ. ഇവിടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ബീച്ചിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലെ ഷോപ്പിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ബജ്ജി കടയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകാം. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കാണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ ആൾക്കാരൊന്നും അധികം ഇല്ല. നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടക്കാം. ഫ്രണ്ടിൽ കാണുന്ന ആലപ്പുഴ ബീച്ച്. ഇവിടെ മുന്നോട്ട് വന്നപ്പോൾ കാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ സൈഡിലോട്ട് വന്നിരിക്കുകയാണ് ബീച്ചിൻ്റെ. പിന്നെ ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ മുന്നോട്ട് വാർത്ത് തിരക്കുണ്ടോയെന്ന് നോക്കാം. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് എന്തൊക്കെ പറഞ്ഞാലും. അങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ട് അത്യാവശ്യത്തിന്. കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ആൾക്കാരുണ്ട്. പുറകെ കാണാൻ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്. ഇനിയിപ്പോൾ ഭാവിയിൽ 2 ബൈപ്പാസ് വരും, 2 പാലം വരും ഇവിടെ. അതിന് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ കണ്ടില്ലേ, ഇവിടുത്തെ നല്ല വ്യൂ ഉണ്ട്. അത്യാവശ്യം കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരക്കുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ആലപ്പുഴ കടൽപ്പാലത്തിൻ്റെ കുറ്റിയൊക്കെയാണ് അവിടെ. നല്ല തിര ഇങ്ങനെ അടിച്ചാൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല കാറ്റും ഉണ്ട് ഇവിടെ. കണ്ടില്ല, അവിടെ ആൾക്കാർ പോകുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ. നല്ല എക്സ്പീരിയൻസ് ഉള്ളവരോട്ടോ അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റിസ്ക് ആണത്. അവിടെ കടൽപ്പാലത്തിൻ്റെ ഉണ്ട്. അവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. നമ്മുടെ ആലപ്പുഴ ആ ഒരു എക്സ്പോയുടെ ബീച്ച് ന്യൂയോർക്ക് വരാനുള്ളൂ. പിന്നെ എക്സ്പോയുടെ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട്. കണ്ടില്ല, നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഈ കടൽപ്പാലം എന്ന് പറഞ്ഞാൽ 1862 പണിഞ്ഞൊരു കടൽപ്പാലമാണ്. ആലപ്പുഴ പണ്ടൊരു തുറമുഖ നഗരമായിരുന്നു. അപ്പോൾ ഇവിടെ ചരക്ക് നീക്കമായിട്ട് ബന്ധപ്പെട്ടത് പണിതാണ്. ഇപ്പോൾ അത് പൊളിഞ്ഞത് പോയി വരവാങ്ങുന്ന അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. പല സിനിമകൾക്കും ലൊക്കേഷനായിട്ടുള്ളൊരു ഫേമസ് സ്ഥലമാണ് കേട്ടോ ഈ ആലപ്പുഴ കടൽപ്പാലം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി എന്നാ രസമല്ലേ. ആ കടലിങ്ങനെ അടിച്ചു വരുന്ന കാണാനും പാലത്തിൻ്റെ കുറ്റിയൊക്കെ നിൽക്കുന്ന കാണാനും അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ നിന്ന്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചർ ഏരിയ ആണ് കേട്ടോ. അവിടെ കുളിക്കുന്നത് റിസ്ക് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്കാരൊക്കെ കടലിറങ്ങി അത്യാവശ്യം കുളിക്കുന്നുണ്ട്. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. കടലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നല്ല വ്യൂ ആട്ടോ ഇവിടെ. ആ കുറ്റിയിലൂടെ തിരയടിച്ച് വരുന്ന നല്ല രസമുണ്ട്. നല്ല വ്യൂ അത്. കുറച്ചുകൂടെ ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഇവിടെയാണ് തിരക്കുള്ളത് അത്യാവശ്യം. നേരത്തെ കണ്ടൊന്നും തിരക്കേയല്ല. ഇവിടെ നല്ല തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ഉണ്ട്. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ മറൈൻ എക്സ്പോയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞ നമ്മുടെ ബൈപ്പാസിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ആ ഭാഗത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ആ ഭാഗത്താണ് കൂടുതൽ തിരക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്. മിനി പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് പോവാം. നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ ബജ്ജിക്കടയൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ എന്തെങ്കിലും കഴിച്ച് നോക്കാം, ഇവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ഇതാട്ടോ പറഞ്ഞു, ഒരു പ്ലേറ്റ് മുളക് ബജിയും ഒരു കസ്കസ് ഇട്ട് ഒരു സോഡ സർബത്ത്, ഇത് രണ്ടും കൂടെ 45 രൂപയായി കേട്ടോ. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല, എടുത്തോളൂ അതിനെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്, നോ എൻട്രി ആണ് ഇപ്പം. നമുക്ക് പിന്നെ ഒരു ദിവസം അടുത്ത് കയറാം അതിനകത്ത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈപ്പാസിന് നല്ല വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ പോകുന്നത് ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്ക് ആട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോവാം. അത് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ നല്ല തിരക്കുണ്ട് കേട്ടോ, ഇന്ന് വീക്കെൻഡ് അല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു. ഇത് നമ്മുടെ ആലപ്പുഴ RTO ഗ്രൗണ്ടാണ് കേട്ടോ, ടെസ്റ്റൊക്കെ കിടക്കുന്ന RTOയുടെ ടെസ്റ്റൊക്കെ കിടക്കുന്ന ഗ്രൗണ്ടാണ്. നമുക്ക് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസ് അവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, റെയിൽവേ ക്രോസ് കഴിഞ്ഞോടെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെ രാജാവ് കേശവദാസ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൻ്റെ പാർക്കിങ്ങിലൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസ്. നമുക്ക് അകത്തേക്ക് കയറാം. ആ ഭാഗത്തേക്ക് എൻട്രി വരുന്നത്. പിന്നെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഫെയർ എങ്ങനെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്, അപ്പോൾ അതിൻ്റെ ഫെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 20 രൂപ, ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് 10 രൂപ കൊടുക്കണം കേട്ടോ, അപ്പോൾ മൊത്തം 30 രൂപയായി. അപ്പോൾ നമുക്കിനി ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോവാം. അതിശയം തിരക്കുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ലൈറ്റ് ഹൗസ് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് പോയി ലൈറ്റ് ഹൗസിൽ കയറാം. ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ അകത്തുള്ള എൻട്രിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, കണ്ടില്ലേ നല്ല ഹൈറ്റ് ആട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ ഇവിടെ പുറത്ത് ഊരി ഇടണം കേട്ടോ, എന്നാലും അതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇടുങ്ങിയ സ്റ്റെപ്പാണ് കേട്ടോ, ഇങ്ങനത്തെ സ്റ്റെപ്പാണ് ഇവിടെ. നമുക്ക് കയറാം, മേലോട്ട് കയറാം. ചെറിയ വീതിയുള്ളൂ കേട്ടോ സ്റ്റെപ്പിനൊക്കെ, ഒരാൾക്ക് പോകുന്ന വീതിയുള്ളൂ. ഒരാൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നമ്മൾ ഒതുങ്ങി കൊടുക്കേണ്ടി വരും, അത്രയും ചെറിയ വീതിയ സ്റ്റെപ്പിനുള്ളൂ. നമുക്ക് അങ്ങനെ റൗണ്ട് അടിച്ച് പോകുന്നത് മേലോട്ടൊക്കെ കാണാൻ പറ്റും നല്ല രീതിയിൽ. നമുക്ക് മേലോട്ട് കയറാം. നമ്മുടെ സ്റ്റെപ്പൊക്കെ കയറി ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കാൻ. ഇവിടെ ഏണിയുടെ മേളിലേക്ക് അതിനെ വെച്ച് വേണം കയറാനായിട്ട്. മേലോട്ട് കയറാം. ഇവിടെ നല്ല വ്യൂ ഉണ്ട്, നമ്മൾ മേലോട്ട് കയറി വന്നിരിക്കുകയാണ്. നല്ല വ്യൂ ഉണ്ട് ഇവിടെ, നല്ല രക്ഷ, നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളതിന് മേളിലുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് ബാക്കി നമ്മുടെ ആലപ്പുഴ ബീച്ച് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ആലപ്പുഴ ബീച്ച് ഉണ്ട്, ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ടോപ്പ് മോസ്റ്റ് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്, ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും മേളിൽ നിൽക്കുന്നതാണ് നല്ല വ്യൂ ആട്ടോ അവിടെ നിന്ന്. ആലപ്പുഴയുടെ നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ എൻ്റെ ബാക്കിലോട്ട് വന്നിരിക്കുന്നത്, റൗണ്ടിലോട്ട് ഇരിക്കുന്നത് കണ്ടില്ലേ. ബാക്കിൽ നമ്മുടെ ആ കനാലുണ്ട് ആലപ്പുഴയുടെ. അപ്പോൾ ഇവിടെ നമുക്ക് കെട്ടിടമൊക്കെ നല്ല ചെറുതായിട്ടാണ് തോന്നുന്നു, നല്ല ഹൈ ഫേസാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് ഉണ്ട്, ആലപ്പുഴ ബീച്ച് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ, ഗ്രൗണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും ടൂറിസ്റ്റ് ഒരു മെയിൻ ബീച്ചാണ് ആലപ്പുഴ ബീച്ച്, ഇന്ത്യയിലെ തന്നെ. അപ്പോൾ ആലപ്പുഴ ബീച്ചിൽ വരുന്ന ഒട്ടുമിക്ക പേര് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഇതുപോലെ മേളിലൊക്കെ കയറി വന്ന് കണ്ടിട്ടൊക്കെ പോകത്തുള്ളൂ. കാരണം നല്ല വ്യൂ ആണല്ലോ, അതുതന്നെ കാരണം. ഇപ്പോൾ ഇവിടെ ലൈറ്റ് ഹൗസ് തിങ്കളാഴ്ച അവധിയായിരിക്കും, ബാക്കിയുള്ള ദിവസം ഓപ്പൺ ആണ് കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ സംഭവം ഉണ്ട്, കറ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവം ഇവിടെ ഉണ്ട്. അത് മൂടി വെച്ചിരിക്കുകയാണ്, നമുക്കത് കാണാൻ അകത്തേക്ക് പോകാറത്ത്. അപ്പോൾ അവിടെ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്, നമുക്കത് സ്പോട്ട് ചെയ്യാം. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിങ്ങൾക്ക് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാം കേട്ടോ. തൊട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ, രാജാവ് കേശവദാസ് സ്വിമ്മിംഗ് പൂൾ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ട്രെയിൻ ഇവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം ട്രെയിനാണ്. നല്ല വ്യൂ ആയിരിക്കും എന്തായാലും ഇവിടെ നിന്ന്. ഇത് നമ്മുടെ എറണാകുളം ആലപ്പുഴ പാസഞ്ചർ കേട്ടോ. എറണാകുളത്ത് നിന്ന് 4 മണിക്ക് വിടുന്ന വണ്ടിയാണ്. ഇപ്പോൾ ആലപ്പുഴ സ്റ്റേഷനിലേക്ക് കയറാൻ പോകാം കേട്ടോ. നല്ല വ്യൂ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ലേ, നല്ല വ്യൂ അവിടെ നിന്ന്. ആ ട്രെയിൻ ഇങ്ങനെ പോകുന്നതാണ്. ഇവിടെ പകല ആലപ്പുഴ ബീച്ച്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റെയിൽ ഫാൻസ് എന്തായാലും മസ്റ്റായിട്ടും ഇഷ്ടപ്പെടുന്നൊരു ട്രെയിൻ സ്പോട്ടിങ് സ്പോട്ടായിരിക്കും ചിലപ്പോൾ ആലപ്പുഴ ലൈറ്റ് ഹൗസ്. അതാണ്
അതിപ്പോൾ ആലപ്പുഴയിൽ കയറും. തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതിലെ ബീച്ച് കാണാൻ നല്ല സ്ഥലമാണ്. ട്രെയിൻ പോകുന്ന കാണാൻ ബീച്ച് മൊത്തത്തിൽ ടോട്ടലി ആണ് അടിപൊളി വ്യൂ അവിടെ നിന്ന് ലൈറ്റ് ഹൗസിൻ്റെ മേളിൽ നിന്ന്. അങ്ങനെ പാസഞ്ചറുടെ വഴിക്ക് പോയി. അത് ആലപ്പുഴ എത്തിച്ചേരും. ഇപ്പോൾ അത്തോടെ 5:30 വരെ നിർത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇപ്പോൾ സമയം 5:30 ആറായി. കണ്ടു, ഇതാണ് കേട്ടോ ലൈറ്റ്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഈ സ്റ്റെയറിനൊക്കെ നല്ല വീതി കുറവാണ്. താഴത്തേക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങി താഴെ പോയ രക്ഷ ഉരുണ്ടുരുണ്ട് താഴെ പോകത്തേ ഉള്ളൂ. നമ്മൾ ഏറ്റവും താഴത്ത് വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ലൈറ്റ് ഹൗസ് മാപ്പൊക്കെ ഉണ്ട്. കേരളത്തിലെ എല്ലാ ലൈറ്റ് ഹൗസിൻ്റെ മാപ്പൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആലപ്പുഴ ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ വെളിയിൽ ഇറങ്ങിയിരിക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഇവിടെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ലൈറ്റ് ഹൗസ് പണിത് 1862 കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ അത്യാവശ്യം ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 1862 പണിഞ്ഞ ഒരു ലൈറ്റ് ഹൗസ് ആണ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ആലപ്പുഴയുടെ. കണ്ടില്ലേ, നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്ന് ഭാഗത്ത്. ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. നമുക്ക് ആ മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. അതാ കാണുന്ന കേട്ടോ മ്യൂസിയം. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ മ്യൂസിയത്തിനകത്ത് കയറിയിരിക്കുന്നത്. ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഓരോ സംഭവങ്ങളുണ്ട്. ഓരോ പാർട്സാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റും ആ ലൈറ്റിൻ്റെ ഭാഗമൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഓരോ പാർട്സും നല്ല ഇതാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. ഇത്തരം കമ്പോണൻസ് ഉണ്ട് അതിനകത്ത്. നമ്മളത് നോക്കുമ്പോൾ ചെറിയൊരു സംഭവമാണ്, പക്ഷെ ഇത്തരം കമ്പോണൻസ് ഉണ്ടാകാനാണ് ലൈറ്റ് ഹൗസ് വർക്ക് ചെയ്യുന്നത്. അത്ര അതിൻ്റെ ടെക്നോളജി ഭയങ്കരമാണ്. കണ്ടില്ലേ? നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലല്ലോ, നല്ല വലിപ്പമുണ്ട് ഇവിടെ ഷാഫ്റ്റിന്. നമ്മുടെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഉണ്ട്. സ്റ്റാമ്പിൽ ആദ്യമായിട്ട് വന്ന ലൈറ്റ് ഹൗസ് ഇന്ത്യയിലെ. ആ ലൈറ്റ് ഹൗസിൻ്റെ ആദ്യത്തെ ചിത്രങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അവിടെ പോർട്ടിൻ്റെ ഒരു ചിത്രമുണ്ട്. ആലപ്പുഴ പോർട്ടിൻ്റെ ആ കടൽപ്പാലത്തിൻ്റെ ചിത്രമാണത്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കാം കേട്ടോ. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ ഇനി. കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായി. ഇവിടെ ഗേറ്റഡ് ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. നമുക്ക് ഏത് ട്രെയിനാണെന്ന് നോക്കാം. ഇവിടെ ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട്. നമ്മൾ നമുക്ക് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാം കേട്ടോ. ലൈറ്റ് ഹൗസിൻ്റെ വെളിയിൽ നമുക്ക് ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാം. വരുന്നുണ്ട്. നമുക്ക് ട്രെയിനാണെന്ന് നോക്കാം. അതപ്പോൾ ആരക്കോണത്തിൻ്റെ ആയിട്ട് നമ്മുടെ ഇത് നമ്മുടെ ഏറനാട് കേട്ടോ. ഏറനാട് എക്സ്പ്രസ് ആണത്. ബാംഗ്ലൂർ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ്. നല്ല തിരക്കുണ്ട് കേട്ടോ അതിനകത്ത്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് ലക്ഷ്യമാക്കി പോകുന്ന ഏറനാട് എക്സ്പ്രസ്. അതിപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ കയറും. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മുടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അത് കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ അവിടെ അടുത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണേ. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ പേരുണ്ടല്ലോ, രാജകേശവദാസ് നീന്തൽക്കുളം, അതോ രാജകേശവദാസ് സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തിങ്കളാഴ്ച ഹോളിഡേ ആണ് കേട്ടോ. അത്യാവശ്യം ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സ്വിമ്മിംഗ് പൂള്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അതിനകത്ത് കുളിക്കാൻ ഇറങ്ങണമെങ്കിൽ മാത്രം പൈസ കൊടുത്തേ. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇത് ഈ അടുത്തിടയ്ക്ക് റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടെ ഞാൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിലോട്ട് നിന്ന് വെളിയിലോട്ട് വന്നിരിക്കണം. ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ കനാലിൻ്റെ ഭാഗം കണ്ടില്ല, ഇവിടെ ചായവാലയൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ആ കനാലിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോവാം കേട്ടോ. ഇവിടെ കഫേയൊക്കെ ഉണ്ട്. കഫേ ദുനിയാവ് കണ്ടില്ലേ? പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ കനാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങാറുണ്ട്. സ്റ്റെപ്പൊക്കെ താഴത്തേക്ക് ഇറങ്ങാം. കണ്ടില്ലേ? ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ഇടുന്നുണ്ട്.
ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നമുക്ക് ഇവിടെ നോക്കാം. ഇതൊക്കെ നല്ല ക്ലിയർ ആക്കിയത് ഈ ഇടയ്ക്കാണേ. നേരത്തെ ഇവിടെ ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര മാലിന്യം കെട്ടി കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ട് ബാക്കി തന്നെ ഈ കനൽ വരുന്നത്. അത്യാവശ്യം ക്രൗഡ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലെ കാഴ്ചകൾ കണ്ടു. ഇപ്പോൾ നമ്മൾ എസ് കനാലിൽ അങ്ങോട്ടേക്ക് വന്നു, അവിടുത്തെ കാഴ്ചകളും കണ്ടു. ഇത് നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോകട്ടോ മാരക്കുളം ബീച്ചിലേക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി പോകാനുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആലപ്പുഴ ടൗണിൽ നിന്നൊക്കെ പോകുന്നു, നമ്മൾ അതുകൊണ്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ ആലപ്പുഴ ബൈപ്പാസിനോടുള്ള സിഗ്നലിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ വർക്കൊക്കെ നടക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ വർക്ക് ടോട്ടലോടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലോക്ക് നേരം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ബ്ലോക്ക് കിട്ടി ഗൈസ്, കണ്ടില്ലേ. വന്നപ്പോൾ ഒരുപാട് ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സൺസെറ്റ് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് കഴിഞ്ഞ് മാരക്കുളം ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ മാരക്കുളം ബീച്ചിനും കൂടെ തിരിക്കുകയാണ്. ഇവിടെ ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ മാരക്കുളം ബീച്ചിലുള്ള സൺസെറ്റ് ചെറുതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. കണ്ടില്ല, തൊട്ട് ബാക്കി തന്നെ നമുക്ക് മാരക്കുളം ബീച്ചുണ്ട്. കണ്ടില്ല, സൺസെറ്റ് ചെറുതായിട്ട് നല്ലോണം അസ്തമിച്ചു. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ബ്ലോക്കൊക്കെ കെട്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും സൺസെറ്റ് അത്യാവശ്യം പോയിട്ടോ. സൂര്യൻ നല്ലോണം താഴെ നിന്നു. അപ്പോൾ ഇവിടെ മാരാരി ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ച കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്രൗഡ് ഉണ്ട്, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ കണ്ടില്ല സൺസെറ്റ് എങ്ങനെയാണ്, സൂര്യൻ നല്ലോണം അസ്തമിച്ചിരുന്നു. നമ്മൾ വന്നപ്പോൾ ഈ ബ്ലോക്ക് കിട്ടി നമുക്ക് മെയിനായിട്ട്, അതാ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ കണ്ടില്ല ബാക്കിൽ കണ്ടില്ല, അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ട്, നല്ല ക്രൗഡാണ്. ഇവിടെ മാരാരി ബീച്ച് ഫെസ്റ്റ് കിടക്കണം, അതിൻ്റെ നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ ബീച്ചിൽ. ഇപ്പോൾ ഫെസ്റ്റിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ, ഞാൻ വീഡിയോക്ക് ഉൾപ്പെടുത്താതെ. അപ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ, കണ്ടില്ല. അവിടെ ചെറിയൊരു ഇതാട്ടോ മാരാരി ബീച്ച് ഫെസ്റ്റ്. അതിൻ്റെ ഒരു തിരക്കൂടെ ഉണ്ട്, നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാം. കണ്ടില്ലേ, ഇങ്ങനത്തെ കാഴ്ചകളാട്ടോ മെയിനായിട്ട് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, അതിൻ്റെ നല്ല തിരക്കിവിടെ ഉണ്ട്. ഓരോ ഇതാട്ടോ നല്ല രസമുണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇവിടെ കൂടുതലും ഫുഡ് സ്റ്റാളുകളുള്ളത്, ആ ഭാഗത്തൊക്കെയാണ് അങ്ങനെ കാഴ്ചകൾ കൂടുതലുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ തെരുവുനായൊക്കെ ഉണ്ട്, തെരുവുനാട്ടില്. അയ്യോ റിസ്ക്കാൻ നോക്കി, ഇത്രയും ക്രൗഡുള്ള സ്ഥലത്ത് തെരുവുനായ ഉണ്ട്, ഭയങ്കര പ്രശ്നം. കണ്ടില്ല, നമുക്ക് ബോട്ടൊക്കെ കൊണ്ട് കടലിലൊക്കെ പോകുന്നത്, നമുക്ക് ആ ഭാഗത്തേക്ക് പോകാട്ടോ. ഇവിടെ നല്ല ക്രൗഡുണ്ട്, നല്ല തിരക്കുണ്ട്. ഇവിടെ ഓരോ കഫേയൊക്കെ ഉണ്ട്, നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, ആ ഭാഗത്താണ് കൂടുതലും എന്താ പറയുക ബജ്ജിക്കൂടെ കൊണ്ടുവരാൻ. കണ്ടില്ലേ, ഇവിടെ ചെറിയൊരു ഇതാണ് കേട്ടോ മാരാരി ബീച്ച് ഫെസ്റ്റ്. ഇവിടെ ആ ഒരു ആകാശ ഒരു ക്രേഡിൽ പോലത്തെ സംഭവം കൂടെ ഉണ്ട്. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിരിക്കാം കേട്ടോ, നമ്മൾ തിരിച്ചു പോകണം. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളുള്ളൂ കേട്ടോ, നല്ല തിരക്കും ഉണ്ട് ഇവിടെ. ചെറിയൊരു ബീച്ച് ഫെസ്റ്റ് ആണെങ്കിലും നല്ല ഓളമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ആലപ്പുഴയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ആലപ്പുഴ ബീച്ചും ആലപ്പുഴ ലൈറ്റ് ഹൗസ്, പിന്നെ നമ്മുടെ മാരക്കുളം ബീച്ചും വന്നിരുന്നത്, അതിൻ്റെ ബീച്ച് ഫെസ്റ്റ് നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.